അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പത്തലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നും ഒരുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതേപോലെ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. അതേപോലെ 4 മണിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും പറ്റും. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയ 3 നേരം അവർക്ക് കൊടുക്കാൻ പറ്റും. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയല്ലോ. അപ്പോൾ ഇത് ബൗളിലാണ് കേട്ടോ നമ്മൾ അളന്നെടുക്കുന്നത് പൊടി. അപ്പോൾ ഇത് പത്തിരിയുടെ പൊടിയാണ്. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വറക്കാത്ത പൊടിയാണ്. പിന്നെ ഇത് നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. അതും അതേ അളവിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി എത്ര എടുക്കണോ അത്രയും പുട്ടിൻ്റെ പൊടി. ഇനി പുട്ടിൻ്റെ പൊടി ഇല്ലെങ്കിൽ റവ ചേർത്തെടുത്താലും മതി കേട്ടോ, അതേ അളവിന്. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഈ പൊടികളൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ പാത്രത്തിൽ അളന്നൊഴിച്ചിരുന്നത് കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ വെള്ളം ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാനാണ്. നിങ്ങൾ ഏത് ബൗളിലാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അളവിന് തന്നെ നമുക്ക് വെള്ളം എടുക്കണം. അപ്പോൾ ആ ബൗളിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ പുട്ടുപൊടിക്ക് ഒരു പാത്രം പുട്ടുപൊടിക്ക് 2 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ അരിപ്പൊടിക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഒരു പാത്രം അരിപ്പൊടിക്ക് മൊത്തത്തിൽ നമുക്ക് 3.5 ബൗള് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 3.5 കപ്പ്, 1/2 കപ്പ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. കണ്ടല്ലോ, 1/2 കപ്പ്, അങ്ങനെ 3.5 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റവയാണെച്ചാലും ഇതേ അളവ് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഈ മാവിലേക്ക് ആദ്യം കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ ഇതിൽ വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ റേഷൻ കടയിലെ മട്ടരിയും പുഴുങ്ങലരിയും പൊടിപ്പിച്ചെടുത്ത പുട്ടുപൊടിയാണ്, എന്നിട്ട് വറുത്തെടുത്ത പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലേക്ക് പുട്ട് നനച്ചെടുക്കാൻ ഒരു ബൗള് വെള്ളമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നമ്മൾ പുട്ടുപൊടി നനക്കാൻ വെള്ളം വരുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബൗളാണ് എനിക്ക് പുട്ട് നനക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ പത്തിരിപ്പൊടിക്ക് 1.5 പാത്രം വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കാണുമ്പോൾ വെള്ളം ഏറിപ്പോയ പോലെ തോന്നും, നമ്മൾ നൂലുപുട്ടിനൊക്കെ ഇതാക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ പുട്ടുപൊടി കുടിച്ചെടുക്കും കേട്ടോ. വെള്ളം നല്ലോണം മിക്സാക്കുക, എല്ലാ ഭാഗത്തും വെള്ളം ആവോളം മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കോളം ഇതിവിടെ അടഞ്ഞിരിക്കട്ടെ. നമുക്ക് ഇതൊന്ന് ചൂടാറി വരുവോളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയാലല്ലേ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 സവാള, 2 തക്കാളി, ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1 മതി. ഈ കറക്റ്റ് മാവിലേക്ക് ഈ ഫില്ലിങ് കറക്റ്റാണ് കേട്ടോ നമ്മൾ ഈ മാവിലേക്ക്, ഈ അളന്നെടുത്ത മാവിലേക്ക്. അപ്പോൾ 5 സവാള, 2 തക്കാളി, 4 പച്ചമുളക് കേട്ടോ. അത് ഇതുപോലെ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണിന് കുറവായിട്ട് നമ്മളൊരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉള്ളി നല്ല സോഫ്റ്റ് ആവാനും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, കൈ കൊണ്ട് ഒരു പിഞ്ച് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പൂണിലെടുത്തത്. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ മാവിലേക്കുള്ള ഇതുണ്ടല്ലോ തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, തേങ്ങ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഞാൻ ഉള്ളി സവാള എടുത്തുകൊണ്ട് അത് ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്.
കണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് കറക്റ്റ് മാവിൻ്റെ പരുവായിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ നല്ല സോഫ്റ്റുമാണ്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയും ജീരകമൊക്കെ എല്ലാ ഭാഗത്തും ആവുകളൊന്ന് നമുക്കിതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാതും കൂടി കൂട്ടി ഒരു ഉരുളാക്കി എടുക്കുക. കൂടുതൽ നേരം നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കണം അതേപോലെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് സെറ്റായി വരുവോളം മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂണ് എണ്ണ നമ്മുടെ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 1 സ്പൂൺ എണ്ണ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിനി ഓരോ ഉരുളാക്കി എടുക്കുമ്പോൾ ഇനി കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അധികം ഒന്നും നേരം ഒന്നും കുഴക്കേണ്ട, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിന്ന് ഒരു ഉരുള ഇതുപോലെ എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി വലിയ ഉരുളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്രാക്കൊന്നും വീഴാണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് നേരെ സെറ്റാക്കി എടുത്തുകൊണ്ട് സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് നമുക്കിവിടെ വെക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതിലുള്ള വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ കുറേശ്ശെ പിഴിഞ്ഞതിനെക്കാട്ടും നല്ലത് 2 കൈയും കൂട്ടിയിട്ട് ഒന്ന് വേഗത്തിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നല്ലോണം വെള്ളം ഉണ്ട് ഇതിൽ. ഇപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി. അപ്പോൾ നമ്മൾ ഈ വെള്ളം പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ മാവിൽ ഈ വെള്ളത്തോടുക്കനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴഞ്ഞു പോകും. അത് ആവാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഇത്രയും വെള്ളമുണ്ട്, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ടതൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഞാൻ 1/4 ടീസ്പൂണ് ചേർത്തെടുത്തിട്ടുള്ളത് ഞാൻ തന്നെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത ഗരം മസാല ആയതുകൊണ്ടാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച ഗരം മസാലയാണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂണോളം ചേർത്തെടുത്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ മസാലകൾ ചേർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയേ ചേർത്തെടുക്കണുള്ളൂ. ഇതന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മളൊരു എണ്ണക്കവർ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും തേച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പതിയെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം അമർത്തണ്ട. അപ്പോൾ നല്ലോണം പരന്ന് തിന്നില്ലാണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് തിന്നിൽ കിട്ടണം. എന്നാൽ നല്ല തിന്നും പാടില്ല, നല്ല തിന്നില്ലാണ്ടും പാടില്ല കേട്ടോ. അപ്പോൾ അത് അത്രയാണ് വേണ്ടത്. അപ്പോൾ അത് ഒന്ന് അമർത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ 2 എണ്ണം ആയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഈ കവറിലാവുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണയൊന്നും ആവശ്യമില്ല. ഈ കവറിലുള്ള എണ്ണ മാത്രം മതി. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണ കവറൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. ഇനി ഇല്ലെങ്കിൽ നമ്മൾ സാധാ പൊടികളുടെ കവർ എടുത്താലും മതി. അതിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്താൽ മതി. എണ്ണ കവറാകുമ്പോൾ കൂടുതൽ എണ്ണയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കവർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മളിതിൽ 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഉള്ളി ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് ആവണ്ട കേട്ടോ. നമ്മൾ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവാണ്ടിരിക്കാൻ നടുവിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളത് ഒന്നുകൂടി എടുക്കുക. നമ്മൾ നേരത്തെ ആദ്യം പരത്തിയെടുത്തത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ നടുഭാഗം ഒന്ന് പൊന്തി നിൽക്കുക. കാരണം നമ്മൾ ഉള്ളി ഫില്ലിങ് വെച്ചെടുത്തതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ കവർ വെച്ചിട്ട് പതിയെ നമ്മളെ പാത്രം കൊണ്ട് ഒന്നുകൂടി അമർത്തി കൊടുക്കുക കേട്ടോ. പതിയെ അമർത്തി കൊടുത്താൽ മതി, നല്ല അമർത്തേണ്ട, പതിയെ അമർത്തുക. നല്ല അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ കറക്റ്റ് കണ്ടല്ലോ, നമ്മൾ ആ മേലെ കുനിച്ച് നിന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ 2 ഇതും ഒരേപോലത്തെ അമർത്തിയെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ചെറുതൊന്ന് വലുതായാൽ നമുക്കിതുപോലെ കൂട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എളുപ്പത്തിൽ പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇനി നമ്മളിതൊരു എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ ഇത് കുഴച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മേലെ 1 ടീസ്പൂൺ എണ്ണയൊക്കെ തേച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റിലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണ കവറൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ പതിയെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്തെടുക്കുക. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 5-6 എണ്ണം ആയതിന് ശേഷം നമുക്ക് ഒപ്പം ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ചുട്ടെടുക്കും ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാതും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് മാത്രം ഇങ്ങനെ ആക്കിയെടുക്കാനും പറ്റും. ചുട്ടെടുക്കുന്നതിൻ്റെ ഒപ്പം എല്ലാതും ഫില്ല് ചെയ്തിട്ട് ഇതാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമാകും. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കുക ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ വലിപ്പം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ അതൊന്നുകൂടി പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പതിയെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡും ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരന്ന ചട്ടി ആയതുകൊണ്ട് അധികം എണ്ണ വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ വെച്ച് കൊടുത്താൽ മതി. മുങ്ങിക്കിടക്കാൻ തരത്തിലൊന്നും എണ്ണ വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് നല്ലോണം ഒന്ന് ചെറിയ ബ്രൗൺ നിറമായി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നല്ല 2 പുറം നല്ല ക്രിസ്പി ആകുന്ന വരെ ഇതിൽ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറണ്ട് പോയിട്ടോ. അപ്പോൾ പിന്നെ 2 എണ്ണ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ 3ാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ 2 പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആവോളം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എണ്ണ തൂവി കൊടുക്കണേ നമ്മളിനി ഇത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാനാണ് കേട്ടോ. നമ്മൾ മുങ്ങിക്കിടക്കാൻ തരത്തിലൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാം. അവർ 4 മണിക്ക് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കുക കേട്ടോ. രാവിലെ ഉണ്ടാക്കിയെടുത്താൽ 3 നേരം ഒരുക്കി കഴിക്കാൻ കൊടുക്കുക. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂടാറിയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഇതിൽ ഫില്ലിങ് വെക്കാം കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് ഉള്ളിപ്പത്തിരി ആയതുകൊണ്ടാണ് നമ്മൾ ഉള്ളി വെച്ചിട്ടുള്ളത്. ഉള്ളി ആകുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കും ഇതാകും ഒന്നും വേണ്ടല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.